സ്വർണ്ണവില കുത്തനെ ഇടിയുകയും പിന്നീട് അതേ വേഗത്തിൽ തിരികെ കയറുകയും ചെയ്യുന്ന പ്രതിഭാസം ലോകമെമ്പാടുമുള്ള നിക്ഷേപകരെ ആശങ്കയിലേക്ക് തള്ളിവിടുകയാണ്. US ഡോളർ ശക്തിപ്പെടുന്നതാണ് സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടത്തിന് പ്രധാന കാരണം. സ്വർണവും വെള്ളിയും അസാധാരണമായ സാഹചര്യങ്ങളിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നുപോകുന്നത്. വില കുത്തനെ ഇടിയുകയും പിന്നീട് അതേ വേഗത്തിൽ തിരികെ കയറുകയും ഒക്കെ ചെയ്യുന്ന പ്രതിഭാസം ലോകമെമ്പാടുമുള്ള നിക്ഷേപകരെയാണ് ആശങ്കയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നതും. ഈ പെട്ടെന്നുള്ള മാറ്റങ്ങൾ വെറുതെ ഉണ്ടായതല്ല. US ഡോളർ ശക്തിപ്പെട്ടതും ഇന്ത്യ-US വ്യാപാര കരാറിനെ കുറിച്ചുള്ള പുതിയ വാർത്തകൾക്കുമൊക്കെ അനുസരിച്ചാണ് ഇതുണ്ടായത് എന്നുള്ളതും വ്യക്തമാണ്. ഈ സമീപകാല ചാഞ്ചാട്ടത്തിന് കാരണം അടിസ്ഥാനപരമായ ബലഹീനതയേക്കാൾ വിപണിയിൽ നിലനിന്നിരുന്ന വലിയ വ്യാപാരങ്ങൾ എങ്ങനെയാണ് വിറ്റൊഴിഞ്ഞു പോയത് എന്നതുമായി കൂടുതൽ ബന്ധമെന്നാണ് മോത്തിലാൽ ഓസ്വാളും പറയുന്നത്. US ഡോളർ കുത്തനെ ശക്തിപ്പെട്ടതിന് ശേഷമാണ് വിറ്റൊഴിക്കൽ ആരംഭിച്ചതെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഇത് സ്വർണത്തിലെയും വെള്ളിയിലെയും ശക്തമായ മുന്നേറ്റ സമയത്ത് നിക്ഷേപകർ ഉണ്ടാക്കിയ ചില തിരക്കിട്ട നീക്കങ്ങൾ വീണ്ടും ഒരു ചിന്തയ്ക്ക് വ്യാപാരികളെ നിർബന്ധിതരാക്കി. വിലകൾ താഴേക്ക് നീങ്ങാൻ തുടങ്ങിയപ്പോൾ മാർജിൻ കോളുകളും സജീവമായി. ഇതോടെ നിക്ഷേപകർ തങ്ങളുടെ നഷ്ടം കുറയ്ക്കാൻ തിടുക്കം കാട്ടുകയായിരുന്നു. അങ്ങനെ സ്വർണത്തിൽ ഇത് നിർബന്ധിത വിറ്റഴിയലിനും കാരണമായി. സ്പോട്ട് വിലകൾ ഇൻട്രാഡോ താഴ്ചയിൽ 10% ഇടിഞ്ഞെങ്കിലും പിന്നീട് സെഷൻ അവസാനിക്കുമ്പോൾ സ്ഥിരത കൈവരിച്ചു എന്നതും ശ്രദ്ധേയമാണ്. വെള്ളിയിൽ ഇതിനും ശക്തമായ നീക്കങ്ങളാണ് ദൃശ്യമായത്. ചെറിയ വിപണി വലിപ്പവും റീറ്റെയിൽ ലിവറേജ് വ്യാപാരികളുടെ ഉയർന്ന പങ്കാളിത്തവും കാരണം വില കുത്തനെ ഇടിഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ വിലയിടിവിന്റെ തീവ്രതയുണ്ടായിട്ടും വിൽപ്പന സമ്മർദ്ദം താരതമ്യേന വേഗത്തിൽ കുറഞ്ഞുവെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഭൗതികമായ ആവശ്യം പ്രത്യേകിച്ച് ഏഷ്യയിൽ സ്ഥിരമായി നിലനിൽക്കുകയും ലിവറേജ്ഡ് സ്ഥാപനമായ വ്യാപാരങ്ങളിൽ നിന്നുള്ള വിൽപ്പന വർദ്ധിപ്പിക്കാൻ കാരണമാവുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അതാണ് നിക്ഷേപകർക്ക് ആശ്വാസവും. ഇടത്തരം മുതൽ ദീർഘകാലത്തേക്ക് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് നല്ലതാണെന്നാണ് വിദഗ്ധർ ഇപ്പോഴും പറയുന്നത്. കാരണം സമീപകാലത്തെ വിലയിടിവ് അടിസ്ഥാനപരമായ തത്വങ്ങളിൽ ഒരു തകർച്ചയെയും പ്രതിഫലിക്കുന്നില്ലെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. സെൻട്രൽ ബാങ്കുകൾ വാങ്ങൽ തുടരാനും ആഗോള സംഘർഷങ്ങൾ നിലനിൽക്കാനും US സർക്കാരിന്റെ ധനകാര്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ തുടരാനുമാണ് സാധ്യതയുള്ളത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.